ലഹരി എന്ന വിപത്ത്. ലഹരി ഉപയോഗത്തിന് മാനവ ചരിത്രത്തോളം പഴക്കമുണ്ട്. ലഹരി ഉപയോഗത്തെ മതങ്ങളും മനുഷ്യസ്നേഹികളും ചരിത്രാതീത കാലം മുതൽ വിലക്കിയിട്ടുമുണ്ട്. എന്നിട്ടും ലഹരി ഉപയോഗം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ലഹരി ഉപയോഗം തന്നെയാണ്. ലഹരിയുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം നാടിൻ്റെ പ്രതീക്ഷകളിൽ ഇരുൾ പരത്തുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ആയുധ വ്യാപാരം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം മയക്കുമരുന്ന് വ്യാപനമാണ്. ലഹരിക്ക് ഉപയോഗിക്കുന്ന തുക ഉണ്ടെങ്കിൽ മാനവ ജനതയ്ക്ക് ഇന്നുള്ളതിനേക്കാൾ 10 ഇരട്ടി ആഹാരവും വസ്ത്രവും പാർപ്പിടവും നൽകുവാൻ സാധിക്കും. ആസ്വാദനം, അനുകരണം, ജിജ്ഞാസയും പരീക്ഷണവും, പരപ്രേരണ, തമാശയ്ക്ക് വേണ്ടി, ഉന്മാദത്തിനായി, മാനസിക സാമൂഹിക പ്രശ്നത്തിൽ നിന്നുള്ള മോചനം, വീട്ടിലെ പ്രശ്നങ്ങൾ, പ്രേമപരാജയങ്ങൾ, പഠന ബുദ്ധിമുട്ട്, സമൂഹത്തിൽ മാന്യത കിട്ടാൻ, പണലഭ്യത, മിഥ്യാധാരണകൾ, ലഹരി ദോഷത്തെക്കുറിച്ചുള്ള അജ്ഞത, സുലഭമായ ലഭ്യത, മാനസിക സംഘർഷം, ജീവിത സാഹചര്യം, നെഗറ്റീവ് ഗ്രൂപ്പ് സ്വാധീനം, വിവേചനം തുടങ്ങി നിരവധി കാരണങ്ങൾ ഒരുവനെ ലഹരിയിലേക്ക് നയിക്കുന്നുണ്ട്. ലഹരി ആസക്തി ഒരു രോഗമാണ്. തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ് മയക്കുമരുന്ന് ആസക്തി. ചിന്തകളെ, പെരുമാറ്റത്തെ, ഇന്ദ്രിയാനുഭൂതികളെ, വികാരങ്ങളെ എല്ലാം ലഹരി ആസക്തി ബാധിക്കുന്നു. ശാരീരിക, മാനസിക, കുടുംബ, സാമൂഹിക തലങ്ങളിലെല്ലാം ലഹരി ആസക്തി പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കും. വളരെ ചെറുപ്പത്തിൽ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നവർ, ബുദ്ധിപരമായി പിന്നിൽ നിൽക്കുന്നവർ, കുടുംബത്തിൽ മാനസിക ആസക്തി രോഗമുള്ളവർ, പഠന വൈകല്യമുള്ളവർ, വ്യക്തിത്വ വൈകല്യമുള്ളവർ, കുട്ടിക്കാല കൗമാര പ്രശ്നങ്ങളുള്ളവർ, തകർന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവർ ലഹരി ആസക്തിയിലേക്ക് പെട്ടെന്ന് വഴുതി വീഴാനിടയുണ്ട്. കൗമാരത്തിൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നവർ ലഹരി ആസക്തരാകാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് 4 മടങ്ങാണ്. മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന തെറ്റിദ്ധാരണയും യുവതലമുറയെ ലഹരിയിലേക്ക് നയിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെ വലിയ കാരണവും മയക്കുമരുന്ന് ഉപയോഗമാണ്. വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം തുടങ്ങിയിരിക്കുന്നത് പുകയില ഉൽപ്പന്നങ്ങൾ ഇന്ന് ഏതു മാർഗവും പരീക്ഷിച്ചു നോക്കാനുള്ള വ്യഗ്രതയാണ് അവർ കാട്ടുന്നത്. ചുവന്ന കണ്ണുകൾ, മുഷിഞ്ഞ വസ്ത്രം, നടക്കാൻ പ്രയാസം, അമിത സംസാരം, അലക്ഷ്യമായ നോട്ടം, ഉറക്കക്കുറവ്, വിശപ്പ് കുറവ്, അമിത ഭക്ഷണം, ഭയം, അമിത ആഹ്ലാദം, ഉത്സാഹക്കൂടുതൽ, നുണ പറയൽ തുടങ്ങിയ ലക്ഷണങ്ങളിൽ നിന്ന് ലഹരി ഉപയോഗിക്കുന്നവരെ തിരിച്ചറിയാം. ലഹരി ആസക്തി ഒരു രോഗമായതിനാൽ ചികിത്സയിലൂടെ മാത്രമേ പരിഹാരം സാധ്യമാകൂ. മെഡിക്കൽ ചികിത്സ, മാനസിക ചികിത്സ, കൗൺസിലിംഗ്, വിവിധ തരം തെറാപ്പിയെല്ലാം ലഹരി വിമുക്തിക്കായി വേണ്ടിവരും. ജനിതക സിദ്ധാന്തമനുസരിച്ച് ലഹരിക്കടിമയായ ഒരു വ്യക്തിയുടെ മക്കളോ പേരക്കിടാങ്ങളോ എളുപ്പത്തിൽ ലഹരി പദാർത്ഥങ്ങളിലേക്ക് വഴുതി വീഴാം. മദ്യപരുടെ മക്കളുടെ ബ്രെയിൻ കെമിസ്ട്രിയിൽ മദ്യാസക്തിയുടെ പ്രേരക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 10 പേരിൽ 2 പേർ മദ്യാസക്തരാകുന്നുവെങ്കിൽ ആ 2 പേർ മദ്യപരുടെ മക്കളാകും. മദ്യപരുടെ മക്കൾ മദ്യപരാകാനുള്ള സാധ്യത 60%. പാരമ്പര്യ ഘടന കഴിഞ്ഞാൽ കുടുംബ സംഘർഷങ്ങളാണ് ഒരുവനെ ലഹരിയുടെ വഴി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ലഹരീശം മനോരോഗികളായി തീരുന്നവരുടെ എണ്ണം ഇന്ത്യയിലും കേരളത്തിലും വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരി ആസക്തി വ്യക്തി, കുടുംബ, സാമൂഹ്യ തലങ്ങളിൽ ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിച്ചുവെന്ന് തിരിച്ചറിയുക. ഒരു നന്മയും ലഹരികൾ പ്രദാനം ചെയ്യുന്നില്ല. സന്തോഷം തേടിയാണ് ലഹരി വഴികൾ തേടുന്നത്. അവസാനം ലഹരി ജീവിതം ദുരന്തമാണ് സമ്മാനിക്കുക. ജീവിതത്തിൽ സന്തോഷ വഴികൾ ഒട്ടേറെയുണ്ട്. കുടുംബം, വ്യക്തിബന്ധങ്ങൾ, വിനോദങ്ങൾ, നല്ല ഭക്ഷണം, നല്ല ജോലി, വ്യായാമം, സൗഹൃദങ്ങൾ എല്ലാം സന്തോഷം പ്രദാനം ചെയ്യും. സ്വന്തം സന്തോഷ വഴികൾ സ്വയം കണ്ടെത്തുക. ജീവിതമാണ് ലഹരിയെന്ന് തിരിച്ചറിയുക. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രസ്ഥാനങ്ങളും മതങ്ങളും പ്രത്യേകമായി ജാഗ്രത പുലർത്തണം. ലഹരിക്കടിമ
തിരികെ കൊണ്ടുവരാൻ ശ്രമങ്ങളുണ്ടാകണം. ഇനി ആരും ലഹരി വഴികൾ തേടാതിരിക്കാനുള്ള നിതാന്ത പരിശ്രമങ്ങൾ സർക്കാരിൻ്റെയും മറ്റുള്ളവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അങ്ങനെ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നേറാം.